ഹായ്, വെൽക്കം ടു പീസ്ഫുൾ പിങ്ക്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു യാത്ര പോകണം കേട്ടോ. യാത്ര പോകുന്നത് നമ്മൾ വെളുപ്പിന് 4 മണിക്കായപ്പോഴാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഇതൊരു പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. നമ്മൾ UAE വെതർമാൻ്റെ സ്റ്റാറ്റസിൽ അൽസുബ്രസ്റ്റ് ഏരിയയിൽ നിന്നാൽ ക്ലൗഡ്സ് അടിയിലേക്ക് വെച്ച് കാണാം എന്നുള്ള ഒരിത് പോസ്റ്റ് കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് ഈ ഒരു ട്രാവൽ പോണത്. നമ്മൾ പ്ലാൻ ചെയ്ത യാത്രേനെക്കാട്ടിയൊക്കെ കൂടുതൽ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ യാത്രകളാണ് കേട്ടോ നമ്മൾ കൂടുതലും നല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെ തരാറ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രകളായിരിക്കും നടക്കുക. അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളൊരു 6 മണി 6:15 ആ ടൈമിലാണ് കേട്ടോ നമ്മൾ അൽസുബ്രസ്റ്റ് ഏരിയയിൽ എത്തിയിട്ടുള്ളത്. കോർഫഖാനിലാണ് കേട്ടോ അൽസുബ്രസ്റ്റ് ഏരിയ ഉള്ളത്, ഷാർജയിൽ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അവിടെ നിന്നുള്ള വ്യൂ എന്ന് വരുന്നത്. നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അതിനെക്കാട്ടിയൊക്കെ രസം അവിടുത്തെ ക്ലൈമറ്റായിരുന്നു. നല്ല ക്ലൈമറ്റായിരുന്നു. കാരണം UAE ഇപ്പോഴത്തെ ചൂട് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റായിരുന്നു. അധികം തണവില്ല, പക്ഷേ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റായിരുന്നു. വെളുപ്പിന് 3 മണി തുടങ്ങിയിട്ട് രാവിലെ 8 മണി വരെ നമുക്ക് ക്ലൗഡ്സ് കാണാമെന്നായിരുന്നു കേട്ടോ സ്റ്റാറ്റസിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതുവരെ പിള്ളേർ പാർക്കിലൊക്കെ കളിക്കുകയാണ്. അതുവരെ വെറുതെ നിൽക്കണ്ടല്ലോ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു ക്ലൗഡ്സൊക്കെ ഉണ്ട്. എന്നാൽ പക്ഷേ ഫുൾ വിസിബിൾ അല്ല, ചെറിയൊരു മൂടൽമഞ്ഞ് പോലൊക്കെ ക്ലൗഡ്സ് ഇങ്ങനെ പോകുന്നത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ പതുക്കെ ഇത്രയും പേര് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു പോസ്റ്റ് കണ്ടിട്ട് നമ്മൾ മാത്രമല്ല കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പതുക്കെ നേരൊക്കെ വെളുത്തു തുടങ്ങി. ഇപ്പോൾ ഇത് കാണുന്നത് മൂടൽമഞ്ഞൊന്നുമല്ല കേട്ടോ, ഇത് ക്ലൗഡ്സ് ആണ്. ക്ലൗഡ്സ് ഇങ്ങനെ പരന്ന പോലെ ഇങ്ങനെ ഷാറ്റേഡായിട്ട് കിടക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മൾ സ്റ്റാറ്റസിൽ കണ്ടിരുന്നത് ശരിക്കും നല്ല തിക്കായിട്ട് നിൽക്കുന്ന ക്ലൗഡ്സ് ആയിരുന്നു. ആ ഒരു വ്യൂ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. നമ്മൾ പോകുന്നത് ജൂൺ 29-നാണ്. ഇനി നെക്സ്റ്റ് ഫ്രൈഡേ വരെ ഈ ഒരു വ്യൂ വിസിബിൾ ആയിരിക്കും എന്നും ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ ആ സ്റ്റാറ്റസിൽ കണ്ടതുപോലെയുള്ളൊരു ക്ലൗഡ്സൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. ഈ ഒരു വ്യൂ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. ഇനി അന്നത്തെ ദിവസത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോന്ന് അറിയില്ല. അതിന് തലേദിവസമായിരുന്നു ആളുടെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്. അന്ന് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ആ ക്ലൗഡ്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന പോലെ നമ്മൾ ഈ ഒരു മലകളോ ഒന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല. സൂര്യനൊക്കെ വരാനായി തുടങ്ങിയിട്ടോ. ചെറിയൊരു പൊട്ട് പോലെ നമുക്കിപ്പോൾ സൂര്യനെ കാണാം. അപ്പോൾ സൂര്യൻ വന്നു തുടങ്ങി, ക്ലൗഡ്സിനെ കണ്ടതുമില്ല. പക്ഷേ നല്ലൊരു യാത്രയായിരുന്നു, നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു, നല്ലൊരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് പോരാണ് കേട്ടോ. എന്തായാലും ക്ലൗഡ്സ് കണ്ടില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. ഈ മലകളൊക്കെ കരിങ്കൽ മലകൾ പോലെ കേട്ടോ തോന്നിയത്. ഈ മലകളുടെ സൈഡിലൊക്കെ സിമൻറ്റ് വെച്ചൊക്കെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വല്ല മഴയോ അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ കലമിറ്റീസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റോഡ് ബ്ലോക്ക് ആവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അൽസുബ്രസ്റ്റ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. നമ്മൾ 2 മണിക്കൂറും 5 മിനിറ്റും അവിടെ സ്പെൻഡ് ചെയ്തതിന് 120 ദിറംസാണ് കേട്ടോ നമുക്ക് പാർക്കിംഗ് ഫീ വന്നത്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഒരു 8 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയപ്പോൾ. അപ്പോൾ നമ്മൾ നേരെ ഒരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ചിക്കൻ കടായും പൊറോട്ടയും കഴിച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ 4 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു 8:30 ഒക്കെ ആയപ്പോഴും നമ്മൾ വീട്ടിലെത്തി. പിന്നെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ എത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ ട്രാവൽ വ്ളോഗ് കേട്ടോ.